നെക്സ്റ്റ് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഡോമിൽ നമുക്കൊരു പുതിയ HTML എലമെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതുപോലെ അതെങ്ങനെ റിമൂവ് ചെയ്യാമെന്നും നോക്കാം. സോ നമ്മൾ ഇപ്പോൾ നമ്മുടെ HTMLൽ നമുക്ക് യാതൊരു എലമെൻറ്റും നമ്മൾ കൊടുത്തിട്ടില്ല. സോ നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് മാത്രമേ ബോഡിക്കുള്ളിൽ കൊടുത്തിട്ടുള്ളൂ. സോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ 2 ബട്ടൺ കൊടുക്കുന്നു. ഒരു ബട്ടൺ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കൊടുക്കുന്നു. ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ, അതിൻ്റെ വാല്യൂ ക്രിയേറ്റ് എന്ന് കൊടുക്കുന്നു. അതുപോലെ അതിൻ്റെ താഴെ മറ്റൊരു ബട്ടണും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ വാല്യൂ റിമൂവ് എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെയുള്ള 2 ബട്ടൺസ് ലഭിക്കുന്നതാണ്. സോ ഇതിൽ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു ഹെഡിങ് ക്രിയേറ്റ് ആണ്. റിമൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെഡിങ് ഇവിടുന്ന് പോകണം. സോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിവിടെ 2 ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ ആദ്യമായി വാർ ഹെഡിങ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ നമുക്ക് ആദ്യമായി ഒരു h1 എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ ഡോക്യുമെൻറ്റ് ഡോട്ട് ക്രിയേറ്റ് എലമെൻറ്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനുള്ളിൽ ഞാൻ ഏത് എലമെൻറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, സോ ഞാൻ h1 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഹെഡിങ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് h1 എന്ന് പറയുന്ന എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ ക്രിയേറ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ ഈ ഹെഡിങ് എന്ന് പറയുന്ന ഈ വേരിയബിൾ, ശേഷം അതിൻ്റെ ഇന്നർ HTML പ്രോപ്പർട്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുള്ളിലോട്ട് നമ്മൾ ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ ഹെഡിങ് എന്ന് പറയുന്ന എലമെൻറ്റിനെ നമ്മുടെ ബോഡിക്കുള്ളിലോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഡോക്യുമെൻറ്റ് ഡോട്ട് ബോഡി എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡോട്ട് കൊടുത്ത ശേഷം അപ്പൻ ചൈൽഡ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു ചൈൽഡ് നോഡ് അതിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അതിനുള്ളിൽ നമ്മൾ നമ്മുടെ ഹെഡിങ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുക. ഹെഡിങ്, ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് വരാം. സോ അതിൽ നമ്മൾ ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ഇവൻറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മൾ ക്രിയേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ്റെ പേര് നമ്മൾ കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് നമുക്ക് ഈ ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. സോ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് നമുക്ക് ലഭിക്കുന്നു. സോ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കുള്ളിൽ നമുക്ക് h1 എന്ന് പറയുന്ന ഹലോ വേൾഡ് എന്ന് പറയുന്ന എലമെൻറ്റ് കാണാൻ കഴിയും. നമ്മൾ ബേസിക്കലി അത് ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സോ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെ ഒരു എലമെൻറ്റ് റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ കൊടുക്കുന്ന ഈ റിമൂവ് എന്ന് പറയുന്ന ബട്ടണിലാണ്. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫംഗ്ഷൻ ഈ ഒരു h1 എലമെൻറ്റ് റിമൂവ് ആണ്. സോ നമുക്കതിന് ചെയ്യേണ്ടത് നമ്മൾ ഫംഗ്ഷൻ റിമൂവ് എന്ന് ഒരു ഫംഗ്ഷൻ പേര് കൊടുക്കുന്നു. ശേഷം അതിനുള്ളിൽ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ആ വേരിയബിൾ സെലക്ട് ചെയ്യുക. ഹെഡിങ്ങിൻ്റെ വേരിയബിൾ ഹെഡിങ് ഡോട്ട് റിമൂവ് എന്ന ഈ ഫംഗ്ഷൻ കൊടുക്കുക. ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ വേൾഡ് വരുന്നതാണ്. സോ നമുക്കിനി റിമൂവ് എന്ന് പറയുന്ന ബട്ടണിൽ അത് അസൈൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ റിമൂവ് എന്ന് പറയുന്ന ബട്ടണിലെ ഭാഗത്ത് വരിക. ശേഷം ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ഇവൻറ്റ് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ റിമൂവ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ കൊടുക്കുന്നു. സേവ് ചെയ്യുക. നമ്മൾ ഇവിടെ വന്ന് ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ വേൾഡ് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. റിമൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നതായിരിക്കും. സോ നമുക്ക് ഇൻസ്പെക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കുള്ളിൽ എലമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കവിടെ എലമെൻ്റ് ഒന്നുമില്ല. സോ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ h1 വരുന്നു. അതുപോലെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ h1 ഇവിടുന്ന് ഡിലീറ്റ് ആയി പോകുന്നു. ക്രിയേറ്റ്, റിമൂവ്. സോ ഇത്തരത്തിൽ നമുക്ക് ഡോമിൻ്റെ സഹായത്തോടു കൂടി ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് HTML എലമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് റിമൂവ് ചെയ്യാനും സാധിക്കുന്നതാണ്.